നമസ്കാരം. പ്രധാന വാർത്തകൾ. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മോദി തുടക്കം കുറിക്കും. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ലോക്സഭയിൽ പ്രത്യേക ചർച്ച നടക്കും. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ചൊവ്വാഴ്ച വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ലോക്സഭയിൽ ചർച്ച നടക്കും. തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് ചർച്ചയിൽ പ്രതിപക്ഷം ആയുധമാക്കിയേക്കും. ഇരു ചർച്ചകളിലും സഹകരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നു. ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധിയും കൊട്ടിയത്ത് ദേശീയപാത തകർന്നതും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അക്കൗണ്ട് മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണം. വിധിക്ക് മുമ്പ് ഹർജിയുമായി പൾസർ സുനിയുടെ അമ്മ ശോഭന. നടിയെ ആക്രമിച്ച കേസിൽ വിധിക്ക് മുമ്പ് മറ്റൊരു ഹർജിയുമായി 1-ാം പ്രതിയുടെ അമ്മ. പൾസർ സുനിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി സുനിൽകുമാറിന്റെ അമ്മ ശോഭനയാണ് കോടതിയെ സമീപിച്ചത്. 1 ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് അന്വേഷണ സംഘം നേരത്തെ അപേക്ഷ നൽകി മരവിപ്പിച്ചത്. ദിലീപ് നൽകിയ കൊട്ടേഷൻ തുകയാണ് ഇതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മലപ്പുറത്ത് വനിതാ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മുത്തേടം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി ഹസീനയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മുത്തേടം പഞ്ചായത്തിലെ പായമ്പാടം 7-ാം വാർഡിലെ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയാണ് വട്ടത്ത് ഹസീന. പായമ്പാടം അംഗനവാടി അധ്യാപികയാണ്. ഞായറാഴ്ച പകൽ മുഴുവൻ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു ഹസീന. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും രാത്രി കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വീട്ടിലെത്തിയത്. അർദ്ധരാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും വഴിയാണ് മരിച്ചത്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. തിരിച്ചടിയുണ്ടായാൽ സുപ്രീം കോടതി വരെ പോകുമെന്ന് അതിജീവതയുടെ അഭിഭാഷക. കേരളത്തെ ഞെട്ടിച്ച കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് അതിജീവതയുടെ അഭിഭാഷക. മതിയായ തെളിവുകൾ ഹാജരാക്കി തിരിച്ചടിയുണ്ടായാൽ സുപ്രീം കോടതി വരെ പോകുമെന്നും TB മിനി പറഞ്ഞു. ഗുണ്ടാസംഘത്തിന് കൊട്ടേഷൻ നൽകി നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഇന്ന് രാവിലെ 11-നാണ് വിധി. ഇന്ന് 7-ാം ദിനം. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. 7-ാം ദിനവും സർവീസുകൾ റദ്ദാക്കിയേക്കും. DGAയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ ഇൻഡിഗോ CEOയ്ക്ക് ഇന്ന് വൈകിട്ട് വരെയാണ് സമയം. പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. അതേസമയം റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 610 കോടി രൂപ റീഫണ്ട് ചെയ്തതായി ഇൻഡിഗോ അറിയിച്ചു. 3000-ഓളം ബാഗേജുകളും യാത്രക്കാർക്ക് തിരികെ നൽകി.